Hi everyone, welcome to another video of mine. My name is Lija John. അപ്പോൾ നല്ല മഴയുണ്ട് ഇവിടെ, എല്ലായിടത്തും മഴയായി. നമ്മൾ കുറച്ച് നാളായിട്ട് ഹോട്ട് സമ്മറിൻ്റെ ആ ഒരു ട്രബിൾസിൽ നിന്നൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു റിലീഫായിട്ട് നമുക്കിവിടെ മഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും മഴയൊക്കെ കിട്ടിത്തുടങ്ങി അല്ലേ? സോ മഴ വന്നപ്പോഴത്തേക്കിനും മഴയുടെ പ്രശ്നങ്ങളും അതിൻ്റെ പുറകിൽ വന്നിട്ടുണ്ട്. ഇപ്പം നിർത്താതെ മഴ പെയ്യാണ് ഇവിടെ, കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ്. അപ്പോൾ എല്ലായിടത്തും മഴയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ മഴക്കാലത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഫോളോ ചെയ്യണം. അതായത് നല്ല തിളപ്പിച്ച് ആറിയ വെള്ളം കുടിക്കുക. പിന്നെന്താ, വെള്ളത്തിൻ്റെ കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതെല്ലാം എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ടോപ്പിക്ക് വേറൊന്നുമല്ല, നമ്മൾ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളതാണ്. നമ്മളൊക്കെ പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നവരായിരിക്കാം, പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളെ പറ്റി അറിയാൻ ശ്രമിക്കുന്നവരായിരിക്കാം. അപ്പം നമ്മൾക്കൊക്കെ പല ടാർഗറ്റ്സ് ഉണ്ടാവും, പല ഗോൾസ് ഉണ്ടാവും, ലക്ഷ്യങ്ങളുണ്ടാവും. ഇതെല്ലാം ഒന്നാണ്. എന്നാലും നമ്മൾ ആ ഒരു നമ്മൾ എയിം ചെയ്യുന്ന ഒരു കാര്യം അത് നമ്മൾ അച്ചീവ് ചെയ്യുന്ന പല ആൾക്കാരും കാണും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്കൊരു ടീച്ചർ ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാനൊരു ടീച്ചറായി. അപ്പം ഞാനിപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് എൻ്റെ ആ ഒരു ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തു. പക്ഷെ ഞാൻ അതിലിപ്പോഴും എന്താ പറയുന്നത്, ഒരു സാലറിക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നൊരു ടീച്ചറാണോ? അത് എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോഴും അവിടെ ഉണ്ടോ? പാഷൻ മീറ്റ്സ് പ്രൊഫഷൻ. യെസ്, പാഷൻ പ്രൊഫഷനുമായിട്ട് മെറ്റായി. പക്ഷേ എൻ്റെ ആ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ത്രൈവിങ് ഫോഴ്സ് ഉണ്ടല്ലോ, എനിക്കത് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്കത് ഇന്ന പോലെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നല്ലോ, അതേപോലെ തന്നെയാണോ ഇപ്പം നമ്മൾ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കണം. അതേപോലെ എനിക്ക് നല്ല മാർക്കോടുകൂടി എനിക്ക് +2 കംപ്ലീറ്റ് ആവണം, എന്നിട്ട് എനിക്ക് ഇന്ന കോഴ്സിന് ജോയിൻ ചെയ്യണം, ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണം, വർക്ക് ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അത് നമ്മൾ അച്ചീവ് ചെയ്യും. പക്ഷെ നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് എത്തുമ്പം നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ കീപ്പ് ചെയ്ത കുറച്ച് മോറൽസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ജോബ് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ ആ ജോബ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജോബിനെ പറ്റി പല കാര്യങ്ങളും പഠിക്കും. എന്താണ് ആ ജോബ്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കും. ഓഫ് കോഴ്സ് നമ്മൾ അതിൻ്റെ കൂടെ അതിൻ്റെ സാലറിയും കാര്യങ്ങളും ചെക്ക് ചെയ്യും. പക്ഷെ നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പം നമ്മളുടെ ഒരേ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് സാലറി, ഇൻകം മാത്രമാവരുത്. ഞാനൊരു ചെറിയ സ്റ്റോറി പറയാം. ഒരു പെൺകുട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്ഥാപനത്തിലേക്ക് ഒരു സെയിൽസ് ഗേളിൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു ടെലിഫോൺ ബൂത്തിൽ വന്നിട്ട് ഇവർ ആ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സെയിൽസ് മാനേജറിനെ ഒന്ന് സംസാരിക്കണം, ഒന്ന് വിളിക്കുമെന്ന് ചോദിക്കും. അങ്ങനെ സെയിൽസ് മാനേജർ വരും. അപ്പം ഇവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാനേജറിനോട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം ഇതെല്ലാം കേട്ട് ആ ടെലിഫോൺ ബൂത്തിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ലേഡി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചിട്ട് ഈ പെൺകുട്ടി ഫോൺ വെക്കാൻ പോകണം. അന്നേരം പറഞ്ഞു ശരി. അപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് അവിടെ ആ വേക്കൻസിക്ക് ഒഴിവില്ല, പുതിയ ആൾ വന്നിട്ടുണ്ടല്ലേ, അപ്പം നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്, അപ്പം ഇനി ആ ജോലിക്ക് ഒഴിവില്ല അല്ലേ എന്ന്. ഓക്കെ ശരി, എന്നാൽ താങ്ക് യു എന്ന് പറഞ്ഞവർ കോൾ കട്ട് ചെയ്യാണ്. അപ്പം ഇതെല്ലാം അവിടുത്തെ ആ സ്റ്റാഫ്, ആ ഒരു ലേഡി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട, നിനക്ക് നല്ലൊരു ജോലി കിട്ടും, നീ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിനു വേണ്ടി നീ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഈ പെൺകുട്ടി പറഞ്ഞു, അയ്യോ ആൻറ്റി, ഞാൻ ആ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സെയിൽസ് ഗേൾ ആണ്, ഞാൻ എൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ട്, ഞാൻ അവിടെ ഓക്കെ ആണോ, അവിടെ എല്ലാവർക്കും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കോൾ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ ഇത് കൊള്ളാലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. ഇപ്പം നമ്മളെ പറ്റി തന്നെ നമ്മൾ എങ്ങനെ ഉണ്ട് എന്ന് മറ്റൊരാളിനോട് തിരക്കുന്നു, നമ്മുടെ ഫീഡ്ബാക്ക് അറിയാൻ ശ്രമിക്കുന്നു. നമ്മൾ എത്ര പേര് അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്? എൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറഞ്ഞേ എന്ന് നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാറുണ്ടോ? ചോദിക്കുന്നവരുണ്ടാവും, അത് വളരെ നല്ല കാര്യം. പക്ഷേ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളുടെ പോസിറ്റീവ്സിനെ പറ്റിയിട്ടാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും മൈൻഡ് ചെയ്യാത്തൊരു കാര്യം നമ്മളുടെ നെഗറ്റീവ്സ് ആണ്. അതിനെപ്പറ്റി മറ്റൊരാൾ പറയുന്ന പലർക്കും ഇഷ്ടപ്പെടത്തില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവരത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും.
പക്ഷെ ചില ആളുകളുണ്ടല്ലോ, അവരുടെ നെഗറ്റീവ് സൈഡ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവർ വിചാരിക്കുന്നത് നമ്മൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നമ്മൾ അവരെ വളരാൻ സമ്മതിക്കുന്നില്ല, എപ്പോഴും അവരുടെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞു കുറ്റപ്പെടുത്തുന്നു. ഓക്കെ, അത് ശരിയാണ്. നമ്മൾ ഒരിക്കലും നെഗറ്റീവ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല, അത് ശരിയാണ്. പക്ഷെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. നമ്മൾ എങ്ങനെ ഉണ്ട്, നമ്മുടെ പോസിറ്റീവ്സിനെ പറ്റിയും നെഗറ്റീവ്സിനെ പറ്റിയും ഹോളിസ്റ്റിക് ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് അതിൻ്റെ രണ്ട് മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ തന്നെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുന്നു. നമുക്ക് എന്നിട്ട് ലാസ്റ്റ് ഒരു നിഗമനം ഉണ്ടാകും, എന്താണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ ഇനി ഇമ്പ്രൂവ്മെന്റ്സ്, എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് എനിക്ക് വരുത്തേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ പുതുതായിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടത്, അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ അപ്ഡേറ്റ് ആവണം. അപ്ഡേറ്റ് ആവാന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുന്നത് മാത്രമല്ല, നമ്മളെ പറ്റി നമ്മൾ അപ്ഡേറ്റ് ആവണം. നമ്മളിപ്പോൾ എവിടെയാണ്, നമ്മളുടെ ഇപ്പം മെൻ്റൽ സ്റ്റേറ്റ് ഇപ്പം എന്താണ്, നമ്മൾ ഫിസിക്കലി ഓക്കെ ആണോ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണോ നമ്മളിപ്പോൾ ചെയ്യുന്നത് പല കാര്യങ്ങളും, അതോ നമ്മളുടെ ട്രാക്ക് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അതിപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിലും എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലോ ഓൺടർപ്രനേഴ്സ് ആണെങ്കിലോ ബിസിനസ് മാൻ ആണെങ്കിലോ ആരാണെങ്കിലും നമ്മളുടെ സ്റ്റാറ്റസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം. മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഫീഡ്ബാക്സ് തേടാനും ശ്രമിക്കണം. ഞാൻ ഒരിടയ്ക്ക് എന്നോട് ഇങ്ങനെ എൻ്റെ നെഗറ്റീവ് സൈഡ്സ് ഒക്കെ ആരെങ്കിലും ഇപ്പം നമ്മുടെ ഫാമിലിയിലുള്ളവരോ ഫ്രണ്ട്സോ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു. നമ്മളെ പറ്റി കുറ്റം പറയുന്നു എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതും. പിന്നെ എനിക്ക് മനസ്സിലായ ആ ടേം തെറ്റാണ്, കുറ്റമല്ലത്, അത് ശരിയാണ്, നമ്മുടെ നെഗറ്റീവ്സ് ആണ്. പക്ഷെ അത് നമ്മളെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. എപ്പോഴും കേൾക്കുമ്പം ശരിയാണ്, നമുക്ക് മടുപ്പ് തോന്നും, പിന്നെ നമുക്ക് അവരോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പോകാനൊക്കെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ അതിനെ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ ആ ഒരു ചേഞ്ചസിലൂടെ കടന്നു പോകും, പുതിയ കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ ആ ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു തന്ന ആൾക്കാർ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് തരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ ചേഞ്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തു, ആ നെഗറ്റീവ്സ് എല്ലാം മാറി കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് ആ ഇമ്പ്രൂവ്മെന്റ്, നമുക്ക് ഒരു ജേർണി നമുക്ക് കാണാൻ പറ്റും ലൈവായിട്ട്. സോ അങ്ങനെ മറ്റാരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യാതിരിക്കുക, നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, എന്നെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിനോട് ചോദിക്കാം, ആസ് എ ടീച്ചർ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഞാൻ ക്ലാസ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലാണ് വരുന്നത്, ഓ ടീച്ചർ വന്നു എന്നാണോ, ഓ ടീച്ചർ വന്നല്ലോ എന്നാണോ എന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻസ് എന്താണ് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് മാറാൻ പറ്റും. നിങ്ങളുടെ കൊളീഗ്സിനോട് ചോദിക്കുക, എൻ്റെ പേഴ്സണൽ ബിഹേവിയർ, ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എൻ്റെ ഇടപെടലുകൾ എങ്ങനെയുണ്ട്, അതുപോലെ എൻ്റെ പ്രൊഫഷണൽ ഫീൽഡിൽ എൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാം. നമ്മുടെ ഫാമിലിയിൽ ചോദിക്കാം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കാം, ആരോട് വേണേലും നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് ചോദിക്കാം. എപ്പോഴും മനസ്സിൽ വയ്ക്കുക, ഫീഡ്ബാക്ക് നമുക്ക് എപ്പോഴും ഹെൽപ്പ് മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുമ്പോൾ നമ്മൾ ഡൗൺ ആവും, അത് ശരിയാണ്. അപ്പോൾ ഒരുപാട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റത്തവണ കേട്ടാൽ മനസ്സിലാവും നമ്മളുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്. ആ കേൾക്കുമ്പോൾ നമ്മൾ അതിനെ പറഞ്ഞു വിടാതെ ഓക്കെ അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക. നെക്സ്റ്റ് ടൈം ഇന്ന ആളിനോട് ഞാനിത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ആളിനെ കാണുമ്പോൾ ഈ കാര്യം ഇവർ പറയത്തില്ല, അതിന് ഞാൻ ഇടവരുത്തത്തില്ല എന്നൊരു ഡിസിഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ടാർഗറ്റ്സ് എല്ലാം നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുക, നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് അതേ പൊസിഷനിൽ തന്നെ നിൽക്കുക, അല്ലെങ്കിൽ അതിലൊരു ഗ്രൗത്ത് ഉണ്ടാക്കിയെടുക്കുക. സോ അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.